ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. പ്രവാചക സ്മരണയിൽ ഇസ്ലാം മതവിശ്വാസികൾ നബിദിനം ആഘോഷിച്ചു. മദ്രസകൾ കേന്ദ്രീകരിച്ചു നടന്ന ഘോഷയാത്രകൾ വർണ്ണാഭമായി. കാലടി കല്ലാല എസ്റ്റേറ്റിൽ വിനോദയാത്രാ സംഘത്തിന്റെ കാർ കാട്ടാൻ ആക്രമിച്ചു. കാർ ഭാഗികമായി തകർന്നു. യാത്രക്കാർ രക്ഷപ്പെട്ടു. സംസ്ഥാനത്ത് റേഷൻ മസ്റ്ററിംഗ് ബുധനാഴ്ച പുനരാരംഭിക്കും. 3 ഘട്ടങ്ങളിലായാണ് മസ്റ്ററിംഗ് പൂർത്തിയാക്കുക. തൃശൂർ ജില്ലയിൽ മസ്റ്ററിംഗ് സെപ്റ്റംബർ 25 മുതൽ ഒക്ടോബർ 1 വരെ. മാളയിൽ ബാർ ജീവനക്കാരും മദ്യപിക്കാൻ വന്നവരും തമ്മിലുണ്ടായ സംഘർഷത്തിൽ ഇരുവിഭാഗത്തിനുമെതിരെ പോലീസ് കേസെടുത്തു. 5 പേർക്കെതിരെയാണ് കേസെടുത്തത്. വാർത്തകൾ വിശദമായി. പ്രവാചക സ്മരണയിൽ ഇസ്ലാം മത വിശ്വാസികൾ ഇന്ന് നബിദിനം ആഘോഷിക്കുന്നു. പ്രവാചകൻ മുഹമ്മദ് നബിയുടെ ജന്മദിനം വിപുലമായ പരിപാടികളോടെയാണ് വിശ്വാസികൾ ആഘോഷിക്കുന്നത്. സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും ദൂതനായി കടന്നുവന്ന മുഹമ്മദ് നബിയുടെ സന്ദേശങ്ങൾ ജീവിതത്തിൽ പകർത്താനുള്ള പ്രതിജ്ഞയെടുത്താണ് വിശ്വാസികൾ നബിദിനാഘോഷത്തിൽ പങ്കെടുക്കുന്നത്. നാടെങ്ങും വിവിധ പരിപാടികളാണ് നബിദിനത്തോടനുബന്ധിച്ച് നടക്കുന്നത്. മസ്ജിദുകളും മദ്രസകളും കേന്ദ്രീകരിച്ച് വിവിധ ആഘോഷ പരിപാടികളും സന്ദേശ ജാഥകൾ, കലാപരിപാടികൾ, മൗലിദ് പാരായണം, അന്നദാനം എന്നിവ നടന്നു. കൊടുങ്ങല്ലൂർ ചേരമാൻ ജുമാ മസ്ജിദിൽ നബിദിനം ആഘോഷിച്ചു. ഗവൺമെന്റ് ഹയർ സെക്കൻഡറി പരിസരത്ത് നിന്ന് ആരംഭിച്ച വർണ്ണാഭമായ നബിദിന റാലി ചേരമാൻ മസ്ജിദിൽ സമാപിച്ചു. തുടർന്ന് മഹല്ല് പ്രസിഡന്റ് NA റാഫിഖ്, മഹല്ല് സെക്രട്ടറി CY സലീം, മഹല്ല് ഇമാം ഡോക്ടർ സലീം നദ്വി എന്നിവർ ചേർന്ന് പതാക ഉയർത്തി. മഹല്ല് ഇമാം ഡോക്ടർ മുഹമ്മദ് സലീം നദ്വി പ്രാർത്ഥനയ്ക്കും മിലാദ് സന്ദേശത്തിനും നേതൃത്വം നൽകി. തുടർന്ന് വിവിധ മസ്ജിദുകളിലെ ഇമാമുമാരുടെ നേതൃത്വത്തിൽ മൗലിദ് പാരായണം നടന്നു. മഹല്ല് വൈസ് പ്രസിഡന്റ് KS മുഹമ്മദ് ബഷീർ, ട്രഷറർ VA ഇബ്രാഹിം, ജോയിന്റ് സെക്രട്ടറി PI ബഷീർ, AK നവാസ്, നൌഷാദ് അറക്കൽ, MM സിനീർ എന്നിവർ സംസാരിച്ചു. വേലൂർ തലക്കോട്ടുകര ജുമാ മസ്ജിദ് മഹല്ല് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നബിദിന റാലി സംഘടിപ്പിച്ചു. വർണ്ണ ബലൂണുകളുമായി വിദ്യാർത്ഥികൾ അണിനിരന്ന റാലിക്ക് മാറ്റുകൂട്ടി ദഫ്മുട്ടും അരങ്ങേറി. ഉസ്താദുമാരായ ജാഫർ സഖാഫി, ഉണ്ണിക്കുട്ടി സഖാഫി, മഹല്ല് പ്രസിഡന്റ് മുഹമ്മദ് ഹാജി, സെക്രട്ടറി അബു എന്നിവർ റാലിക്ക് നേതൃത്വം നൽകി. പ്രവാചക പ്രകീർത്തനവുമായി ചാവക്കാട് മേഖലയിൽ നടന്ന നബിദിന റാലികൾ വർണ്ണാഭമായി. മദ്രസകളിൽ പതാക ഉയർത്തലും ദുആ സമ്മേളനവും നടന്നു. ദഫ്മുട്ട്, സ്കൌട്ട്, അർബന എന്നിവ ഘോഷയാത്രയ്ക്ക് മാറ്റുകൂട്ടി. തുടർന്ന് അന്നദാനവും ഉണ്ടായി. മണത്തല, തിരുവത്ര, എടക്കഴിയൂർ, തെക്കൻ പാലയൂർ, വട്ടേക്കാട്, അഞ്ചാങ്ങാടി, ബ്ലാങ്ങാട്, കിറാമൻകുന്ന്, പുന്ന, ഒരുമനയൂർ തുടങ്ങി മഹല്ലുകളുടെ കീഴിലുള്ള മദ്രസകളിൽ നബിദിന റാലികൾ നടന്നു. കാലടി കല്ലാല എസ്റ്റേറ്റിൽ വിനോദയാത്രാ സംഘത്തിന്റെ കാർ കാട്ടാൻ ആക്രമിച്ചു. ഇന്നലെ രാത്രിയാണ് സംഭവം. കാർ ഭാഗികമായി തകർന്നു. യാത്രക്കാർ രക്ഷപ്പെട്ടു. പ്ലാന്റേഷനിലെ വാച്ചർക്കൊപ്പമാണ് പൂതംകുറ്റി സ്വദേശികളായ 3 സംഘം പ്ലാന്റേഷനിലെത്തിയത്. വളവിൽ നിന്നിരുന്ന കാട്ടാന കാറിന് നേരെ പാഞ്ഞെടുക്കുകയായിരുന്നു. ബോണറ്റിൽ കാൽ വെച്ച കാട്ടാന മുന്നിലെ ഗ്ലാസ് കുത്തി. കാറിലുണ്ടായിരുന്ന 3 പേർ ബഹളം വെച്ചതോടെ കാട്ടാന പിന്തിരിഞ്ഞു. തുടർന്ന് നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് ഏഴാറ്റുമുഖത്ത് നിന്ന് RRT സംഘമെത്തി ആനയെ തുരത്തി കാട്ടിലേക്ക് വിട്ടു.
സംസ്ഥാനത്ത് റേഷൻ മസ്റ്ററിംഗ് ബുധനാഴ്ച പുനരാരംഭിക്കും. എല്ലാ പ്രവൃത്തി ദിനങ്ങളിലും മസ്റ്ററിംഗ് ഉണ്ടാകും. 3 ഘട്ടങ്ങളിലായാണ് മസ്റ്ററിംഗ് പൂർത്തിയാക്കുക. തിരുവനന്തപുരത്ത് ആദ്യഘട്ട മസ്റ്ററിംഗ് ഈ മാസം 18 മുതൽ 24 വരെ നടക്കും. രണ്ടാം ഘട്ടമായി കൊല്ലം, ആലപ്പുഴ, പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ എന്നീ 7 ജില്ലകളിൽ ഈ മാസം 25 മുതൽ ഒക്ടോബർ 1 വരെയും മസ്റ്ററിംഗ് നടത്തും. പാലക്കാട്, വയനാട്, കോഴിക്കോട്, കണ്ണൂർ, മലപ്പുറം, കാസർഗോഡ് ഒക്ടോബർ 3 മുതൽ 8 വരെയും മസ്റ്ററിംഗ് നടത്തുക. കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം ഒക്ടോബർ 31-നകം മസ്റ്ററിംഗ് പൂർത്തിയാക്കണം. അംഗങ്ങളെല്ലാം നേരിട്ടെത്തി ഈ പോസിൽ വിരൽ പതിക്കണം. മാളയിൽ ബാർ ജീവനക്കാരും മദ്യപിക്കാനെത്തിയവരും തമ്മിൽ ബാറിന് പുറത്തുണ്ടായ സംഘർഷത്തിൽ ഇരുവിഭാഗത്തിനുമെതിരെ മാള പോലീസ് കേസെടുത്തു. ബാർ മാനേജർ മേലടൂർ സ്വദേശി തുണ്ടിയിൽ വീട്ടിൽ പ്രദീപ് നൽകിയ പരാതിയിലാണ് കണ്ടാൽ അറിയാവുന്ന 2 പേർക്കെതിരെ കേസെടുത്തിട്ടുള്ളത്. സോഡയ്ക്ക് തണുപ്പില്ലെന്ന് പറഞ്ഞ് ബാറിലെ വെയിറ്റർ ജിജുവിനെ കൈകൊണ്ട് മുഖത്തടിച്ച ശേഷം പുറത്തിറങ്ങിയവർ ലൈറ്റ് പൊട്ടിക്കുന്നത് കണ്ട് ചോദ്യം ചെയ്തപ്പോൾ ആക്രമിക്കുകയായിരുന്നുവെന്നാണ് ബാർ മാനേജർ നൽകിയ പരാതി. ബാർ ജീവനക്കാരായ റോബിൻ, അരുൺ, വിനയൻ, ഷമീർ എന്നിവരുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് കേസെടുത്തിട്ടുള്ളത്. അതേസമയം ബാറിനകത്തുണ്ടായ വാക്കുതർക്കത്തെ തുടർന്ന് പിന്തുടർന്നെത്തിയ ജീവനക്കാർ ബാറിന് പുറത്തുവച്ച് ആക്രമിക്കുകയായിരുന്നുവെന്ന് സംഭവത്തിൽ പരിക്കേറ്റ കുരുവിലശ്ശേരി സ്വദേശി അനുരാഗ്, മൂന്നുമുറി സ്വദേശി സനീഷ് എന്നിവരുടെ പരാതിയിൽ പറയുന്നു. ഇവരുടെ പരാതിയിൽ ബാർ ജീവനക്കാരായ കണ്ടാൽ അറിയാവുന്ന 5 പേർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. മലപ്പുറത്ത് നിപ്പ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ ജില്ലയിൽ കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. മലപ്പുറം ജില്ലയിൽ മാസ്ക് ഉപയോഗം നിർബന്ധമാക്കി. തിരുവാലി പഞ്ചായത്തിലെ 4, 5, 6, 7 വാർഡുകളും മമ്പാട് പഞ്ചായത്തിലെ 7-ാം വാർഡും കണ്ടെയ്ൻമെന്റ് സോണുകളാക്കി പ്രഖ്യാപിച്ചു. കണ്ടെയ്ൻമെന്റ് സോണുകളിൽ കൂടുതൽ നിയന്ത്രണം ഏർപ്പെടുത്തി. ആളുകൾ കൂട്ടം കൂടി നിൽക്കരുത്. രാവിലെ 10 മുതൽ 7 വരെ മാത്രമേ വ്യാപാര സ്ഥാപനങ്ങൾ തുറക്കാവൂ. പക്ഷികൾ കഴിച്ച പഴങ്ങൾ ഭക്ഷിക്കരുത്. സിനിമാ തിയേറ്ററുകൾ പ്രവർത്തിക്കാൻ പാടില്ല. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചു. മദ്രസയും ട്യൂഷൻ സെന്ററുകളും പ്രവർത്തിക്കരുത്. മലപ്പുറത്ത് സ്വകാര്യ ആശുപത്രിയിൽ മരിച്ച 24-കാരനാണ് കഴിഞ്ഞ ദിവസം നിപ്പ വൈറസ് ബാധ സ്ഥിരീകരിച്ചത്. ഇതുവരെ 151 പേരാണ് പ്രാഥമിക സമ്പർക്ക ലിസ്റ്റിലുള്ളത്. നിപ്പ ലക്ഷണങ്ങളുള്ള 5 പേരുടെ സാമ്പിളുകൾ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. ദേശീയപാത വാണിയമ്പാറയിൽ ലോറിക്ക് പുറകിൽ കാറിടിച്ച് 3 പേർക്ക് പരിക്കേറ്റു. അപകടത്തെ തുടർന്ന് നിയന്ത്രണം വിട്ട ലോറി ഡിവൈഡറിൽ ഇടിച്ചു കയറി. ലോറി ഡ്രൈവർക്കും കാർ യാത്രക്കാരായ 2 പേർക്കുമാണ് പരിക്കേറ്റത്. ആമ്പല്ലൂരിൽ നിന്ന് കോയമ്പത്തൂരിലേക്ക് പോകുകയായിരുന്ന കുടുംബാംഗങ്ങൾ സഞ്ചരിച്ച കാറാണ് അപകടത്തിൽപ്പെട്ടത്. തൃശൂരിൽ 2 ഇടങ്ങളിൽ നിന്നായി 16,203 ലിറ്റർ സ്പിരിറ്റ് പിടികൂടിയ സംഭവത്തിൽ പ്രതികളെ തപ്പി എക്സൈസ്. ഉത്രാട ദിനത്തിലാണ് സംശയകരമായ സാഹചര്യത്തിൽ ഒല്ലൂക്കരയിൽ നിർത്തിയിട്ടിരുന്ന പിക്കപ്പ് വാനിൽ നിന്ന് 1320 ലിറ്റർ സ്പിരിറ്റും പട്ടിക്കാട് ചെമ്പൂത്രയിലെ കാലിത്തീറ്റ ഗോഡൌണിൽ നിന്ന് 14,883 ലിറ്റർ സ്പിരിറ്റും പിടികൂടിയത്. ഗോഡൌൺ വാടകയ്ക്കെടുത്ത് ജോജി, സഹായ്, ജോഷി എന്നിവരെ പ്രതി ചേർത്താണ് അന്വേഷണം നടക്കുന്നത്. പിടിച്ചെടുത്ത സ്പിരിറ്റ് കോടതിയിൽ ഹാജരാക്കി. തൃശൂർ എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണറുടെ നേതൃത്വത്തിലാണ് അന്വേഷണം നടക്കുന്നത്. തൃശൂർ റേഞ്ച് എക്സൈസും എക്സൈസ് ഇന്റലിജൻസും സംയുക്തമായി നടത്തിയ നീക്കത്തിലാണ് വൻ സ്പിരിറ്റ് ശേഖരം പിടികൂടിയത്. മലയാള സിനിമയിൽ പുതിയ സംഘടന രൂപീകരിച്ചു. പ്രോഗ്രസീവ് ഫിലിം മേക്കേഴ്സ് അസോസിയേഷൻ എന്ന പേരിലാണ് സംഘടന. ആഷിഖ് അബു, അഞ്ജലി മേനോൻ, ലിജോ ജോസ് പല്ലിശ്ശേരി, രാജീവ് രവി, റീമ കല്ലിങ്കൽ, ബിനീഷ് ചന്ദ്ര എന്നിവരുടെ നേതൃത്വത്തിലാണ് പുതിയ സംഘടന. ഇത് സംബന്ധിച്ച് സിനിമാ പ്രവർത്തകർക്ക് കത്ത് നൽകി. സംവിധായകൻ രഞ്ജിത്തിനെതിരായ ലൈംഗികാതിക്രമ പരാതിയിൽ ബംഗാളി നടിയുടെ രഹസ്യമൊഴി ഈ ആഴ്ച രേഖപ്പെടുത്തും. കൊൽക്കത്തയിലെ ആലിപ്പൂർ സെഷൻസ് കോടതി മുമ്പാകെയാണ് ഹാജരാക്കുക. അവിടെ നിന്ന് എറണാകുളത്തെ മജിസ്ട്രേറ്റ് കോടതിയിലേക്ക് ഓൺലൈൻ വഴിയാകും രഹസ്യമൊഴി നൽകുക. കൊച്ചിയിൽ വന്ന് മൊഴി നൽകാൻ ബുദ്ധിമുട്ടാണെന്ന് പരാതിക്കാരി അറിയിച്ചതിനെ തുടർന്നാണ് പുതിയ ക്രമീകരണം. ഇതിനായുള്ള അനുമതി വാങ്ങിയ അന്വേഷണ സംഘം കൊച്ചിയിലെ കോടതി മുഖാന്തരം കൊൽക്കത്തയിലേക്ക് രേഖകൾ അയച്ചു. ഗുരുവായൂർ ക്ഷേത്രത്തിൽ പുതിയ മേൽശാന്തിയെ തിരഞ്ഞെടുക്കാനുള്ള കൂടിക്കാഴ്ചയും നറുക്കെടുപ്പും നാളെ നടക്കും. രാവിലെ 10-ന് ദേവസ്വം ഓഫീസിലാണ് കൂടിക്കാഴ്ച. തന്ത്രി ചേനാസ് ദിനേശൻ നമ്പൂതിരിപ്പാടിന്റെ സാന്നിധ്യത്തിൽ ദേവസ്വം ഭരണസമിതി മുമ്പാകെയാണ് കൂടിക്കാഴ്ചയ്ക്ക് ഹാജരാകുക. ലഭിച്ച 56 അപേക്ഷയിൽ യോഗ്യരായ 55 അപേക്ഷകർക്ക് കൂടിക്കാഴ്ചയ്ക്കുള്ള കത്തയച്ചു. അപേക്ഷകരുടെ പേരുകൾ വെള്ളിക്കുടത്തിൽ നിക്ഷേപിച്ച് ഉച്ചപൂജയ്ക്ക് ശേഷം നറുക്കെടുക്കും. നിയുക്ത മേൽശാന്തി ചുമതലയെടുക്കുന്നതിന് മുന്നോടിയായി 12 ദിവസം ക്ഷേത്രത്തിൽ ഭജനമിരിക്കും. 30-ന് രാത്രി അത്താഴപൂജയ്ക്ക് ശേഷം ചുമതല ഏൽക്കും.
ചാവക്കാട് നിന്ന് കാണാതായ പ്രായപൂർത്തിയാകാത്ത 2 കുട്ടികളെ ബാംഗ്ലൂരിൽ നിന്ന് കണ്ടെത്തി. വെള്ളിയാഴ്ചയാണ് കുട്ടികൾ വീട്ടുവഴക്കിനെ തുടർന്ന് വീട് വിട്ടിറങ്ങിയത്. ഉടനെ തന്നെ ഗുരുവായൂർ ACPയുടെ നിർദ്ദേശപ്രകാരം പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിക്കുകയും അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു. അന്വേഷണത്തിനിടയിൽ ഇവർ ട്രെയിനിൽ മംഗലാപുരത്ത് എത്തിയതായും അവിടെ നിന്നും പരിചയപ്പെട്ട ഒരാളിന്റെ കയ്യിൽ നിന്നും പൈസ വാങ്ങി മംഗലാപുരത്ത് നിന്നും ബാംഗ്ലൂർക്ക് പോയിട്ടുള്ളതായും അന്വേഷണ സംഘത്തിന് വിവരം ലഭിക്കുകയും പിന്നീട് പോലീസ് ബാംഗ്ലൂരിൽ നിന്നും ഇവരെ കണ്ടെത്തി നാട്ടിലെത്തിക്കുകയുമായിരുന്നു. സബ് ഇൻസ്പെക്ടർ പ്രീത ബാബു, യു ശ്രീജി, സിവിൽ പോലീസ് ഓഫീസർമാരായ ഹംദ്, മെൽവിൻ, തൃശൂർ സിറ്റി സൈബർ സെൽ ഉദ്യോഗസ്ഥർ എന്നിവരും അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു. സംസ്ഥാനത്തെ സ്വർണ്ണവില വീണ്ടും റെക്കോർഡിലേക്ക്. ഇന്ന് പവന് 120 രൂപ വർദ്ധിച്ച് 55,000 കടന്നു. 1 പവൻ സ്വർണത്തിന്റെ രാജ്യാന്തര വിപണിയിലെ വില വർധനവാണ് സംസ്ഥാനത്തെ വിപണിയിലും സ്വർണത്തിന് വില കൂടാൻ കാരണം. കഴിഞ്ഞ വെള്ളിയാഴ്ച പവന് 960 രൂപ വർദ്ധിച്ചിരുന്നു. കൊടുങ്ങല്ലൂർ കാര പുതിയ റോഡിലുണ്ടായ വാഹനാപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന മത്സ്യത്തൊഴിലാളി മരിച്ചു. എടവിലങ്ങ് കാര സ്വദേശി തളിക്കുളത്ത് ഇബ്രാഹിം കുട്ടിയാണ് മരിച്ചത്. കഴിഞ്ഞ മെയ് 25-നായിരുന്നു അപകടം. കുന്നംകുളം വടുതല വട്ടംപാടം കലയംകുളം ബസ് സ്റ്റോപ്പിന് സമീപം ബൈക്കുകൾ കൂട്ടിയിടിച്ച് 2 പേർക്ക് പരിക്കേറ്റു. പെരുമ്പടപ്പ് സ്വദേശി ചെങ്ങനാത്ത് വീട്ടിൽ നിസാർ, പുന്നയൂർകുളം നാക്കോല സ്വദേശി ചേക്കതകത്ത് വീട്ടിൽ ഷഫീഖ് എന്നിവർക്കാണ് പരിക്കേറ്റത്. വട്ടംപാടം ഭാഗത്തു നിന്ന് കൊച്ചന്നൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന ബൈക്കും എതിർദിശയിൽ വരികയായിരുന്ന ബൈക്കും തമ്മിൽ കൂട്ടിയിടിച്ചായിരുന്നു അപകടം. കാപ്പ നിയമം ലംഘിച്ച് ഓണത്തിന് വീട്ടിലെത്തിയ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. കയ്പമംഗലം ബീച്ച് സ്വദേശി അരവീട്ടിൽ ശരത് ലാലിനെയാണ് കയ്പമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ ജൂലൈ മാസത്തിലാണ് നിരവധി കേസുകളിൽ പ്രതിയായ ശരത് ലാലിനെ 6 മാസത്തേക്ക് നാടുകടത്തിയത്. നിയമം ലംഘിച്ച് വീട്ടിലെത്തിയതറിഞ്ഞ് കയ്പമംഗലം പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു. ഇൻസ്പെക്ടർ M ഷാജഹാൻ, SI ജെയ്സൺ, CPO ഷെരീഫ് എന്നിവരുടെ നേതൃത്വത്തിലാണ് അറസ്റ്റ് ചെയ്തത്. കോടാലി മഹല്ല് നബിദിന ആഘോഷ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നബിദിനം ആഘോഷിച്ചു. മഹല്ല് പ്രസിഡന്റ് ലത്തീഫ് കൊല്ലേരി പതാക ഉയർത്തി. തുടർന്ന് മൗലീദ് പാരായണം, ഘോഷയാത്ര, അന്നദാനം എന്നിവ നടന്നു. ഖത്തീബ് മുഹമ്മദ് ഷെരീഫ് ദാരിമി, മഹല്ല് സെക്രട്ടറി ഹക്കീം കളിപ്പറമ്പിൽ, ട്രഷറർ സനൂപ് പോക്കാക്കില്ലത്ത്, ആഘോഷ കമ്മിറ്റി ചെയർമാൻ സാബു പോക്കാക്കില്ലത്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി. പാടൂർ ജമാഅത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിവിധ പരിപാടികളുടെ നബിദിനം ആഘോഷിച്ചു. മൗലീദ് പാരായണത്തിന് മഹല്ല് ഖത്തീബ് അബ്ദുറഹ്മാൻ അൽ ഖാസിമി നേതൃത്വം നൽകി. ഫിറോസ് കാലടിയിൽ, സദർ ഉസ്താഖ് അബ്ദുറഷീദ് അൻവരി എന്നിവർ നബിദിന റാലിക്ക് നേതൃത്വം നൽകി. തുടർന്ന് നടന്ന പൊതുയോഗത്തിൽ മഹല്ല് പ്രസിഡന്റ് BM മുസ്തഫ അധ്യക്ഷത വഹിച്ചു. ചെറുതുരുത്തി പൈങ്കുളം റോഡ് 1-ാം മൈൽ നുസ്രത്തുൽ ഇസ്ലാം മദ്രസ മസ്ജിദിൽ നടന്ന നബിദിന ആഘോഷത്തിന് പള്ളി ജനറൽ സെക്രട്ടറി അബ്ദുൽ ഖാദർ ഹാജി പതാക ഉയർത്തി. വൈസ് പ്രസിഡന്റ് ഹംസ ഹാജി പുറകോട്ടിൽ അധ്യക്ഷത വഹിച്ചു. പള്ളി ഖത്തീബ് അബ്ദുറഹ്മാൻ അസ്ഹരി പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി. ഉസ്താഖ് ഹക്കീം സഖാഫി നബിദിന സന്ദേശം നൽകി. SIO ജില്ലാ കമ്മിറ്റി മേഖലാ സമ്മേളനം സംഘടിപ്പിച്ചു. സമ്മേളനത്തോടനുബന്ധിച്ച് റാലി സംഘടിപ്പിച്ചു. SIO ദേശീയ പ്രസിഡന്റ് EK റമീസ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് ബിലാൽ M ഷരീഫ് അധ്യക്ഷത വഹിച്ചു. ജമാഅത്തെ ഇസ്ലാമി സംസ്ഥാന സെക്രട്ടറി അബ്ദുൽ ഹക്കീം നദ്വി, SIO സംസ്ഥാന ശൂറ അംഗം ഇസ്ഹാഖ് അസ്ഹരി, ജമാഅത്തെ ഇസ്ലാമി വനിതാ വിഭാഗം ജില്ലാ പ്രസിഡന്റ് ഹുദ ബിൻത് ഇബ്രാഹിം, സോളിഡാരിറ്റി ജില്ലാ പ്രസിഡന്റ് അനീസ് ആദം തുടങ്ങിയവർ സംസാരിച്ചു. കാളത്തോട് കൃഷ്ണാപുരം മഹല്ല് ജമാഅത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നബിദിന റാലി സംഘടിപ്പിച്ചു. മഹല്ല് ചീഫ് ഇമാം ഷൌക്കത്ത് അലി സഖാഫി നബിദിന സന്ദേശം നൽകി. മേഖലയിലെ മദ്രസകൾ കേന്ദ്രീകരിച്ച് നടത്തിയ റാലിയിൽ അധ്യാപകർ, വിദ്യാർത്ഥികൾ, മഹല്ല് ഭാരവാഹികൾ എന്നിവർ അണിനിരന്നു. AS ഹമീദ് ഹാജി, ഷൌക്കത്ത് അലി സഖാഫി, PS നിസാർ, സലാഹുദ്ദീൻ അഹ്സനി, ബഷീർ സഖാഫി തുടങ്ങിയവർ റാലിക്ക് നേതൃത്വം നൽകി. മാണിക്യ കൊട്ടാരത്തിൽ അധിവസിക്കുന്ന രാജകുമാരൻ സർവരെ ആലം മുഹമ്മദ് മുജ്തബ നബി കരീം സല്ലല്ലാഹു അലൈഹി
കയ്പമംഗലത്ത് വിവിധ പരിപാടികളോടെ നബിദിനം ആഘോഷിച്ചു. മൗലീദ് പാരായണം, പതാക ഉയർത്തൽ, ഘോഷയാത്ര, അന്നദാനം, വിവിധ കലാപരിപാടികൾ തുടങ്ങിയവ നബിദിനാഘോഷത്തിന്റെ ഭാഗമായി നടന്നു. ചളിങ്ങാട് ഹിദായത്തുൽ ഇസ്ലാം മസ്ജിദ്, മദ്രസ ആൻഡ് മിലാദ് കമ്മിറ്റി സംയുക്തമായി സംഘടിപ്പിച്ച നബിദിനാഘോഷത്തിൽ മുഹമ്മദ് കോയ അൽ അസ്ഹരി മൗലീദ് പാരായണത്തിനും ഉസ്മാൻ സഖാഫി അൽ അർഷദി മഖാം സിയാറത്തിനും നേതൃത്വം നൽകി. മഹല്ല് ഖതീബ് അബൂബക്കർ സഅദി പതാക ഉയർത്തി. കാക്കാത്തുരുത്തി ബദർപള്ളി മഹല്ല് ജമാഅത്ത് കമ്മിറ്റിയും ഇസത്തുൽ ഇസ്ലാം മദ്രസ കമ്മിറ്റിയും സംഘടിപ്പിച്ച നബിദിനാഘോഷത്തിൽ മഹല്ല് ഖതീബ് അൽ ഹാഫിൾ അബ്ദുറഹ്മാൻ അൻവരി മൗലിദ് പാരായണത്തിന് നേതൃത്വം നൽകി. മഹല്ല് പ്രസിഡന്റ് PA അബ്ദുള്ള പതാക ഉയർത്തി. ഗുരുവായൂർ ടൗൺ മുസ്ലിം ജമാഅത്തിന്റെ ആഭിമുഖ്യത്തിൽ നബിദിനം ആഘോഷിച്ചു. മൗലിദ് പാരായണം, നബിദിന റാലി, മദ്രസ വിദ്യാർത്ഥികളുടെ കലാപരിപാടികൾ, നേർച്ച ഭക്ഷണ വിതരണം എന്നിവയുണ്ടായിരുന്നു. മഹല്ല് ഖതീബ് റിയാസ് ഫാളിനി പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി. മഹല്ല് ഭാരവാഹികളായ അൻവർ വലിയകത്ത്, RK ഫൈസൽ, KV അബ്ദുൽ അസീസ്, KPA റഷീദ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ജാതിമത ഭേദമന്യേ 2000-ഓളം പേർ നേർച്ച ഭക്ഷണ വിതരണത്തിൽ പങ്കാളികളായി. ഗുരുവായൂർ തൈക്കാട് മഹല്ലിൽ വിപുലമായ പരിപാടികളോടെ നബിദിനം ആഘോഷിച്ചു. മൗലിദ് പാരായണം, പ്രാർത്ഥന, ഘോഷയാത്ര, നേർച്ച ഭക്ഷണ വിതരണം, മദ്രസ വിദ്യാർത്ഥികളുടെ കലാപരിപാടികൾ എന്നിവ നടന്നു. മഹല്ലിലെ 4 മദ്രസകളിൽ നിന്നുള്ള വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷിതാക്കളും ഘോഷയാത്രയിൽ പങ്കാളികളായി. ദഫ്മുട്ട്, സ്കൌട്ട് എന്നിവ ഘോഷയാത്രയ്ക്ക് പൊലിമയേകി. മഹല്ല് ഖതീബ് അബ്ദുൽ ഖാദർ ദാരിമി കൂട്ടപ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി. അബ്ദുൽ റഷീദ് കുന്നിക്കൽ, KM റാഫി, NK ഉമ്മർ തുടങ്ങിയവർ നേതൃത്വം നൽകി. നബിദിന ഘോഷയാത്രയ്ക്ക് വഴിയൊരുക്കി വെള്ളറക്കാട് സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് പള്ളി ഭാരവാഹികൾ മതസാഹോദര്യത്തിന്റെ മാതൃക തീർത്തു. വെള്ളറക്കാട് വെള്ളത്തേരി നൂറുൽ ഹുദ മദ്രസയും ജമാഅത്ത് കമ്മിറ്റിയും നടത്തിയ നബിദിന റാലിക്കാണ് വെള്ളറക്കാട് ക്രൈസ്ത ദേവാലയത്തിനുള്ളിലൂടെ വഴിയൊരുക്കിയത്. വെള്ളത്തേരി മസ്ജിദിൽ നിന്ന് ആരംഭിക്കുന്ന നബിദിന റാലി വെള്ളറക്കാട് സെന്ററിലൂടെ മനപ്പടി വരെ സഞ്ചരിക്കാറാണ് പതിവ്. വെള്ളറക്കാട് സെന്ററിൽ റോഡരികിൽ നിൽക്കുന്ന മരങ്ങളുടെ മുകളിൽ കൊക്കുകളും നീർക്കാക്കകളും വൻതോതിൽ കൂടുകൂട്ടിയതിനാൽ പക്ഷികളുടെ വിസർജ്യം ശരീരത്തിൽ ഏൽക്കാതെ റോഡിലൂടെ ആർക്കും കടന്നുപോകുവാൻ കഴിയാത്ത സാഹചര്യമാണ്. സംഘാടകർ സെന്ററിന് സമീപമുള്ള പള്ളി കോമ്പൗണ്ടിലൂടെ റാലി കടന്നു പോകുവാൻ അനുവാദം ചോദിക്കുകയായിരുന്നു. പള്ളി വികാരിയും കൈക്കാരന്മാരും സന്തോഷത്തോടെ ഇതിന് അനുമതി നൽകി. പള്ളി കോമ്പൗണ്ടിൽ പ്രവേശിച്ച നബിദിന റാലിയെ ട്രസ്റ്റി NP സേവി പൂച്ചെണ്ട് നൽകി സ്വീകരിച്ചു. മഹല്ല് ഖതീബ് അബ്ദുൽ ലത്തീഫ് ഭാഗവി സ്വീകരണത്തിന് നന്ദി അറിയിച്ചു. തങ്ങളുടെ പേരിലും നമ്മുടെ റാലിയും മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നിയമങ്ങളൊക്കെ പാലിച്ച് വളരെ സമാധാനത്തോടെ ചേലക്കര മേപ്പാടം പത്തുകുടി താജുൽ ഇസ്ലാം മദ്രസ പുത്തൻപള്ളിയും 5000 കുളം ഹനഫി ജുമാ മസ്ജിദും സംയുക്തമായി നബിദിന റാലി സംഘടിപ്പിച്ചു. പള്ളികളിൽ പതാക ഉയർത്തിയതിനു ശേഷം മൗലിദ് പാരായണവും അന്നദാനവും നടന്നു. എരുമപ്പെട്ടി മഹല്ല് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നബിദിന റാലി നടത്തി. എരുമപ്പെട്ടി ടൗൺ ത്വാഹ മസ്ജിദിൽ മഹല്ല് പ്രസിഡന്റ് KA അബ്ബാസ് പതാക ഉയർത്തി. മഹല്ല് ഖതീബ് അത്തീഖ് റഹ്മാൻ ഭാഗവി പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി. തുടർന്ന് നടന്ന റാലി എരുമപ്പെട്ടി ജുമാ മസ്ജിദിൽ സമാപിച്ചു. ദഫ് സംഘങ്ങൾ റാലിക്ക് അകമ്പടിയേകി. കരിയന്നൂർ കുഞ്ഞിപ്പാപ്പ ജാറത്തിൽ സിയാറത്ത് നടത്തി. പ്രാർത്ഥനയ്ക്ക് മഖാം പള്ളി ഖതീബ് ഷെരീഫ് സുഹരി നെന്മാറ നേതൃത്വം നൽകി. സമൂഹ പ്രാർത്ഥനയും മധുര വിതരണവും നേർച്ച ഭക്ഷണ വിതരണവും നടന്നു. ത്വാഹ ടൗൺ ജുമാ മസ്ജിദ് ഖതീബ് യൂസഫ് അലി മുസ്ലിയാർ, നൂറാനിയ സദർ മുഹമ്മദ് കുഞ്ഞ് ദാരിമി കരി നേതൃത്വം നൽകി. മഹല്ല് ജനറൽ സെക്രട്ടറി AM നിഷാദ്, ജോയിന്റ് സെക്രട്ടറി PS ഷാക്കിർ, MM ഇല്യാസ്, ഉല്ലാസ് മുഹമ്മദ്, അഷ്റഫ് പാംബ്ര തുടങ്ങിയവർ നേതൃത്വം നൽകി. കമ്മിറ്റിയും സംയുക്തമായി നടത്തുന്ന മീലാദ് ഘോഷയാത്രയാണ് ഈ ഗ്രാമത്തിന്റെ ഹൃദയം. തൃത്തല്ലൂർ സെന്റർ മസ്ജിദ്
റഹ്മയും മുനവിറുൽ ഖുലബ് മദ്രസയുടെയും സംയുക്താഭിമുഖ്യത്തിൽ നബിദിന സന്ദേശ റാലിയും സ്വാലത്ത് വാർഷികവും നടന്നു. മുഹമ്മദ് സ്വാലിഖ് ഫൈസി, NP കുഞ്ഞു മുഹമ്മദ് കുട്ടി, ഷഹീർ ഉസ്താദ് മുസ്തഫ ചേലോട് എന്നിവർ നേതൃത്വം നൽകി. മദ്രസാ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും പൂർവ്വ വിദ്യാർത്ഥികളും നാട്ടുകാരും അണിനിരക്കുന്ന നിർദ്ദിന ഘോഷയാത്രയില്ല. എളവള്ളി നോർത്ത് മഹലിൽ നടന്ന നബിദിന ആഘോഷത്തിന് മഹല്ല് പ്രസിഡന്റ് NK അബ്ദുൽ ഖബീർ പതാക ഉയർത്തി. പ്രഭാത മൗലീദ് സദസ്സിന് മുഹമ്മദ് ഹാഷിം സഖാഫി നേതൃത്വം നൽകി. നബിദിന റാലിക്ക് മഹല്ല് സെക്രട്ടറി RK അബ്ദുൽ കരീം, പ്രധാന അധ്യാപകൻ ബഷീർ സുഹരി, ചെയർമാൻ ഷമീർ വലിയകത്ത്, കൺവീനർ MK റംഷാദ്, PU കമറുദ്ദീൻ എന്നിവർ നേതൃത്വം നൽകി. എളവള്ളി സെന്റ് ആന്റണീസ് ചർച്ച് വിവിധ ക്ലബ്ബുകൾ റാലിക്ക് സ്വീകരണം നൽകി. തുടർന്ന് അന്നദാനവും നടന്നു. അന്തിക്കാട് മഹല്ല് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നൂറുൽ ഹുദ മദ്രസ വിദ്യാർത്ഥികളുടെ നബിദിന ഘോഷയാത്ര നടന്നു. CC മുകുന്ദൻ MLA ഘോഷയാത്ര ഫ്ളാഗ് ഓഫ് ചെയ്തു. മഹല്ല് പ്രസിഡന്റ് പതിമ്പറമ്പത്ത് അബ്ദുൽ നാസർ അധ്യക്ഷനായി. തുടർന്ന് മസ്ജിദിൽ നടന്ന മൌലീദിന് മഹല്ല് ഖത്തീബ് അബ്ദുൽ സലാം അഹ്സനി, സദർ മുഅല്ലിം ഉനൈസ് അഷ്റഫി ചേർപ്പ്, മുഅദ്ദിൻ റൈഹാൻ സഖാഫി മിർഹാനി തുടങ്ങിയവർ നേതൃത്വം നൽകി. ചേലക്കര ടൗൺ മുഹിയുദ്ദീൻ ജുമാ മസ്ജിദും ബഹ്റുൽ ഉലൂം മദ്രസ കമ്മിറ്റിയുടെയും ആഭിമുഖ്യത്തിൽ നബിദിന റാലി നടത്തി. പള്ളി കമ്മിറ്റി പ്രസിഡന്റ് ഷബീർ പതാക ഉയർത്തി. തുടർന്ന് ദഫ്മുട്ടിന്റെയും ഫ്ലവർ ഷോയുടെയും അകമ്പടിയോടെ നടന്ന റാലിയിൽ നിരവധി വിശ്വാസികൾ പങ്കെടുത്തു. ബുസ്താനുൽ ഉലും ഹയർ സെക്കൻഡറി മദ്രസ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ നബിദിന ഘോഷയാത്ര നടന്നു. മദ്രസ കമ്മിറ്റി പ്രസിഡന്റ് സുബൈർ വലിയകത്ത്, സെക്രട്ടറി PM അബ്ദുൽ ജലാൽ എന്നിവർ ചേർന്ന് പതാക ഉയർത്തി. മഹല്ല് ഖത്തീബ് സലീം ഫൈസി ചേറ്റുവ, സദർ അലി മുസ്ലിയാർ തുടങ്ങിയവർ നേതൃത്വം നൽകി. നിയന്ത്രിക്കാതിരുന്ന റാലിക്കൊരു മനോഹാരിതയുണ്ടാകും. അതെല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചാൽ വളരെ നല്ലതാണ്. ചേർപ്പ് ചെറുചേനം മഹല്ല് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നബിദിന റാലി നടന്നു. ചേർപ്പ് ചെറുചേനം മഹല്ല് പ്രസിഡന്റ് KA അബ്ദുൽ സലാം പതാക ഉയർത്തി. മഹല്ല് ഖത്തീബ് അമീൻ ഹുദവി, ചെറുചേനം മഹല്ല് സെക്രട്ടറി അലി ഹാജി, മദ്രസ സ്വദർ ഉസ്മാൻ വാഫി, നബിദിന സ്വാഗത സംഘം കൺവീനർ അഷ്റഫ് തുടങ്ങിയവർ റാലിക്ക് നേതൃത്വം നൽകി. ഓണാഘോഷത്തോടനുബന്ധിച്ച് ചിറ്റിശ്ശേരി സെന്റ് മേരീസ് പള്ളിയിൽ മെഗാ തിരുവാതിരക്കളി നടന്നു. 7 വയസ്സുള്ള പെൺകുട്ടികൾ മുതൽ 76 വയസ്സുള്ള അമ്മൂമ്മമാർ വരെ അണിനിരന്ന മെഗാ തിരുവാതിരക്കളിയിൽ 108 പേർ പങ്കാളികളായി. ഓണപ്പാട്ടുകൾ, വടംവലി മത്സരം, ഓണക്കളി തുടങ്ങിയവ ഉൾപ്പെടുത്തിയ ഓണാഘോഷം വേറിട്ട ആസ്വാദനമായി മാറി. കാട്ടൂരിൽ യുവാക്കൾ ഒരുക്കിയ തൃക്കാക്കരയപ്പൻ ശ്രദ്ധേയമായി. കാട്ടൂർ പള്ളിവേട്ട നഗറിലാണ് 10 അടിയോളം വലിപ്പമുള്ള തൃക്കാക്കരയപ്പൻ ഒരുക്കിയത്. വർഷങ്ങളായി യുവാക്കളുടെ നേതൃത്വത്തിൽ ഇവിടെ ഓണാഘോഷം സംഘടിപ്പിക്കുന്നുണ്ട്. നിരവധി പേരാണ് തൃക്കാക്കരയപ്പൻ കാണാനെത്തിയത്. കയ്പമംഗലം കൂരിക്കുഴി മോസ്കോ പാലം നവയുഗ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. ET ടൈസൺ MLA ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ മിനി അരയങ്ങാട്ടിൽ അധ്യക്ഷത വഹിച്ചു. ക്ലബ് ഭാരവാഹികളായ NS പ്രണവ്, KM ഷിൻസിയ, KK സഞ്ജയ്, KM ഷാഹിൻ, TP ശിവപ്രസാദ് എന്നിവർ സംസാരിച്ചു. ഓണം പൊന്നോണം എന്നാണ് നമ്മൾ പറയുക. മിക്കവാറും സ്ഥലങ്ങളിൽ കൈകൊട്ടിക്കളിയും അതുപോലെ ബന്ധപ്പെട്ട മറ്റ് പല പരിപാടികളും അധികം താമസിയാതെ ഇവിടെ അരങ്ങേറും. കർഷക തൊഴിലാളി യൂണിയൻ വെങ്കിടങ്ങ് പഞ്ചായത്ത് സെക്രട്ടറിയായിരുന്ന TK വേലായുധന്റെ 1ാം ചരമവാർഷിക ദിനം ആചരിച്ചു. CPI മണ്ഡലം അസിസ്റ്റന്റ് സെക്രട്ടറി PS ജയൻ അനുസ്മരണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. CPI ലോക്കൽ സെക്രട്ടറി CR ദിലീപ്, വെങ്കിടങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് കൊച്ചപ്പൻ വടക്കൻ, സണ്ണി വടക്കൻ, ബെന്നി ആന്റണി തുടങ്ങിയവർ സംസാരിച്ചു. എളവള്ളി മണിച്ചാലിന് സമീപം ആറ്റക്കുരുവികൾ കൂടുകൂട്ടിയിരിക്കുന്നത് കൗതുക കാഴ്ചയാകുന്നു. വെവേഴ്സ് എന്ന ഇംഗ്ലീഷിൽ പേരുള്ള ഇവ അങ്ങാടിക്കുരുവി, നെയ്തുകിളി, തുക്കണാം കുരുവി എന്നീ പല പേരിലും അറിയപ്പെടുന്നുണ്ട്. കൂടുകൂട്ടുന്നതിലെ കഴിവാണ് ഇവയെ മറ്റു പക്ഷികളിൽ നിന്നും വേറിട്ട് നിർത്തുന്നത്. പുല്ലുകളും നാരുകളും കീറിയെടുത്ത് ഒരാഴ്ചയോളം സമയമെടുത്താണ് ഇവ കൂടുകൂട്ടുന്നത്.
മുണ്ടത്തിക്കോട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റായിരുന്ന NM ആനന്ദന്റെ ചരമദിനം ആചരിച്ചു. DCC സെക്രട്ടറി K. അജിത് കുമാർ അനുസ്മരണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. CH ഹരീഷ് അധ്യക്ഷത വഹിച്ചു. കൌൺസിലർ KT ജോയ്, മുൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KR കൃഷ്ണൻകുട്ടി, AP ദേവസി, CK ഹരിദാസ് തുടങ്ങിയവർ പങ്കെടുത്തു. KPMS പിണ്ടാണി കരിങ്ങാച്ചിറ ശാഖയുടെ നേതൃത്വത്തിൽ അയ്യൻകാളി ജയന്തി ആഘോഷിച്ചു. ജില്ലാ ട്രഷറർ PC ബാബു അയ്യൻകാളി ജയന്തി ആഘോഷം ഉദ്ഘാടനം ചെയ്തു. KK വിജയൻ അധ്യക്ഷനായി. UV വിശ്വനാഥൻ, TU കിരൺ, KK കുഞ്ഞുമോൻ, TK ഉണ്ണികൃഷ്ണൻ, UD സജീവൻ തുടങ്ങിയവർ സംസാരിച്ചു. പട്ടയഭൂമിയിൽ കർഷകർ നട്ടുവളർത്തിയ മരങ്ങൾ മുറിക്കുന്നതിന് സർക്കാർ ഏർപ്പെടുത്തിയിരിക്കുന്ന വിലക്ക് പിൻവലിക്കണമെന്ന് കർഷക കോൺഗ്രസ് ചായ്പൻകുഴി യൂണിറ്റ് വനംവകുപ്പ് മന്ത്രിയോട് ആവശ്യപ്പെട്ടു. തേക്ക്, വീട്ടി, മഹാഗണി, ഏലവ് എന്നീ വിലപിടിപ്പുള്ള മരങ്ങൾ മുറിക്കുന്നതിനാണ് തടസ്സം. വിഷയം പലതവണ സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയെങ്കിലും നടപടി ഉണ്ടായില്ലെന്ന് ചൂണ്ടിക്കാട്ടി MLA സനീഷ് കുമാർ ജോസഫ് മുഖേന വനം വകുപ്പ് മന്ത്രിക്കും DFOയ്ക്കും യൂണിറ്റ് പ്രസിഡന്റ് KM ജോസ് നിവേദനം നൽകി. ഇന്നത്തെ സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 6880, പവന് 55,040, വെള്ളി ഗ്രാമിന് 96, പ്ലാറ്റിനം ഗ്രാമിന് 3272 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രവാചക സ്മരണയിൽ ഇസ്ലാം മത വിശ്വാസികൾ നബിദിനം ആഘോഷിച്ചു. മദ്രസകൾ കേന്ദ്രീകരിച്ചു നടന്ന ഘോഷയാത്രകൾ വർണ്ണാഭമായി. കാലടി കല്ലാല എസ്റ്റേറ്റിൽ വിനോദയാത്ര സംഘത്തിന്റെ കാർ കാട്ടാൻ ആക്രമിച്ചു. കാർ ഭാഗികമായി തകർന്നു. യാത്രക്കാർ രക്ഷപ്പെട്ടു. സംസ്ഥാനത്ത് റേഷൻ മസ്റ്ററിംഗ് ബുധനാഴ്ച പുനരാരംഭിക്കും. 3 ഘട്ടങ്ങളിലായാണ് മസ്റ്ററിംഗ് പൂർത്തിയാക്കുക. തൃശൂർ ജില്ലയിൽ മസ്റ്ററിംഗ് സെപ്റ്റംബർ 25 മുതൽ ഒക്ടോബർ 1 വരെ. മാളയിൽ ബാർ ജീവനക്കാരും മദ്യപിക്കാൻ വന്നവരും തമ്മിലുണ്ടായ സംഘർഷത്തിൽ ഇരുവിഭാഗത്തിനുമെതിരെ പോലീസ് കേസെടുത്തു. 5 പേർക്കെതിരെയാണ് കേസെടുത്തത്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിച്ചത് കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം.